കൊച്ചിയിൽ നടക്കുന്ന കേരള ആഗോള നിക്ഷേപ സംഗമ വേദിയിൽ നിന്നും സഹോദരങ്ങളായ നിക്ഷേപകരാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്വർണ്ണ വ്യവസായ രംഗത്തെ നിക്ഷേപകരാണ് ഇവർ സഹോദരങ്ങൾ കൂടിയാണ്, കണ്ണൂർ സ്വദേശികൾ കൂടിയാണ്. ഇവരുടെ തന്നെ നേരിട്ട് കാര്യങ്ങൾ തിരക്കാം. ഈ സ്വർണ്ണ വ്യവസായ രംഗത്തെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ മലയാളികൾക്കൊരു പുതുമയുള്ള അനുഭവം കൂടിയായിരിക്കും. അത് ആ മേഖലകളിൽ കൂടുതൽ അനുഭവങ്ങളും കൂടുതൽ കാര്യങ്ങളും അവർക്ക് പരിചയമില്ലാത്തൊരു മേഖലയും കൂടിയുണ്ട്, സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അതിലൊക്കെ ഒരു മാറ്റം വരുത്താനും എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാനുകൾ? ഞങ്ങൾ റീറ്റെയിൽ വ്യവസായത്തിൽ പുതിയ ഒരു ജ്വല്ലറി ശൃംഖല സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതിനുമായിട്ട് ഞങ്ങൾ കുറച്ച് സ്റ്റോറുകൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചെയ്യുന്നത് കോഴിക്കോടാണ്, രണ്ടാമത് കൊച്ചിയിലുണ്ടാകും, മൂന്നാമത് ഇപ്പോൾ ചെന്നൈയിലുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ UAE കൂടി ഒരു 3-4 ഷോപ്പ് ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പേര് ചോദിക്കാൻ വിട്ടുപോയി. പേര് ദിനേഷ്. ഇത് എൻ്റെ സഹോദരന്മാരാണ്. എൻ്റെ പേര് മനോജ്. അനിൽ. രമേഷ്. കൃഷ്ണൻ. ഇനി എത്ര പ്രോജക്റ്റുകളാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? ഞങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗോൾഡ് ഇൻഡസ്ട്രിയിൽ 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങൾ പല ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ടും പല ബാക്കിൽ വർക്ക് ചെയ്ത് കുറേ ഞങ്ങളാണ് ഇപ്പോൾ സ്വന്തമായ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബിൻസ്ഫറ ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുതിയൊരു ബ്രാൻഡിലേക്ക് ഞങ്ങൾ വരുന്നത്. അത് ഞങ്ങൾ കേരള ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ ഞങ്ങൾ കേരളത്തിലോ ഇന്ത്യയിൽ ഞങ്ങൾ ഏകദേശം ഒരു 500 കോടിയുടെ ഫസ്റ്റ് ഇയർ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ലോങ്ങർ പീരീഡ് ഞങ്ങളൊരു ഹൈ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റേഴ്സും എല്ലാവരാണ് ഉള്ളത് കൂടെ. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു പുതിയൊരു റീറ്റെയിൽ അനുഭവമായിരിക്കും. എന്നുവെച്ചാൽ ഞങ്ങളുടെ എക്സ്പീരിയൻസും ഇതും ഒന്നുകൂടി ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ റീറ്റെയിൽ മേഖലയിലാണ് നിങ്ങൾ നിക്ഷേപം ഉദ്ദേശിക്കുന്നത് അല്ലേ? തീർച്ചയായും റീറ്റെയിൽ മേഖലയിലാണ് ഞങ്ങൾ നിക്ഷേപം ഉദ്ദേശിക്കുന്നതും. റീറ്റെയിൽ മേഖല ഗ്രോയിങ് ഇന്ത്യയിലേക്ക് ഇനി റീറ്റെയിൽ രംഗത്ത് വലിയൊരു സ്കോപ്പാണ് കിടക്കുന്നത്. അത് സ്പെഷ്യലി ഗോൾഡിൻ്റെ ഇന്നത്തെ ആ ഹൈക്ക്, എല്ലാ ഇയറിലും ഉണ്ടാകുന്ന ഹൈക്കും ഒക്കെ കൂടുമ്പോൾ ഞങ്ങളെ നിക്ഷേപം ഇരട്ടിക്കുമാണ്. ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്ത് ഒരാൾക്കും ഒരു നഷ്ടവും വന്നിട്ടില്ല ഇത്രയും കാലങ്ങളായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതാണ് ഞങ്ങളും ജനങ്ങളോടും കസ്റ്റമേഴ്സിനോടും ഞങ്ങൾ ഓഫർ ചെയ്യാൻ പോകുന്നത്. കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്നുള്ള പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നല്ല യാഥാർത്ഥ്യമെന്ന് തെളിയിക്കുന്നതാണ് ഈ ഉച്ചകോടി. അങ്ങനെയൊക്കെ കാര്യങ്ങളിരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇവിടുത്തെ ഒരു ജനപങ്കാളിത്തം കൂടിയും അത് തെളിയിക്കുന്നതാണ്. കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളൊരു 3 വർഷം മുന്നേ ഞങ്ങൾ മാനുഫാക്ചറിങ് രംഗത്തും ഹോൾസെയിൽ രംഗത്തും ഉണ്ട്. ഞങ്ങൾ ബ്രദേഴ്സ് എല്ലാവരും NRIs ആയിരുന്നു. ഞങ്ങൾ എബ്രോഡായിരുന്നു. ഞങ്ങളെ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഹോൾസെയിൽ. ഞങ്ങൾ 3 വർഷം മുന്നേ ഞങ്ങൾ ഇവിടെ വന്ന് ആഫ്റ്റർ കൊറോണ ഞങ്ങൾ ഇവിടെ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളും നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ എല്ലാം ഒരാളാണ്. അപ്പോൾ ഞങ്ങളും കേട്ടത് വെച്ചാൽ കേരളം നിക്ഷേപത്തിന് പറ്റില്ല, ഭയങ്കര കോൺഫ്ലിക്റ്റുകളൊക്കെ ഭയങ്കരമാണിത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരു വിധത്തിൽ ബുദ്ധിമുട്ടും കേരളത്തിന് പറ്റി ഞങ്ങൾ എന്താണോ ദുബായിൽ ചെയ്യുന്നത്, എന്താണോ UAE നമ്മൾ ചെയ്യുന്നത്, സെയിം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും ഇതൊക്കെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ട് നമ്മൾക്ക് വളരെ നല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് കേരളയിൽ തന്നെ ഞങ്ങൾ റീറ്റെയിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതാണ്. അതാണ് അതുകൊണ്ട് കേരളം പഴയ കേരളം മാറിക്കഴിഞ്ഞു. അത് എല്ലാവർക്കും പല രാഷ്ട്രീയക്കാരും ഉണ്ടാവും, പല ഇതുണ്ടാവും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളം മാറിക്കഴിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കേട്ട കേരളമല്ല ഇപ്പോഴില്ല കേരളം. ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങൾ വളരെയധികം സക്സസ്ഫുള്ളായിട്ട് തന്നെ നിങ്ങളുടെ വ്യവസായം കൊണ്ടുപോവുകയാണ്. ആ രീതിയിൽ തന്നെ വലിയ മെച്ചമാണ് കേരളത്തിൽ ഉണ്ടാവുന്നതെന്ന് പറയുന്നു. ഇനിയും ഈ ഉച്ചകോടിക്ക് ശേഷം കുറേ കൂടെ മികവാർന്ന രീതിയിൽ നിങ്ങളുടെ നിക്ഷേപം, നിങ്ങളുടെ വ്യവസായ രംഗം കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ വ്യവസായം ഇപ്പം ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് 3 സ്ഥലങ്ങളാണ്. അതേപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹങ്ങളും കൂടി എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലും, അതേപോലെ തന്നെ ഗൾഫ് കൺട്രികളിലും, പിന്നെ ഫാറസ്റ്റ്, അതേപോലെ തന്നെ വേൾഡിലെ എല്ലായിടയ്ക്കും എന്തായാലും നമ്മൾ ഇത് കൊണ്ടുപോകണമെന്ന് വലിയൊരു ആഗ്രഹമുള്ള ഇത് തന്നെയാണ്. ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വ്യവസായ ഉച്ചകോടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് സർക്കാർ കാര്യക്ഷമമായിട്ട് ഇടപെട്ടു. അതിൻ്റെ കൂടി ഒരു പങ്കാളിത്തമാണ് ഇവിടെ സംഭവിച്ചത്. ഈ ചരിത്ര പ്രധാനമായ ഉച്ചകോടിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ നല്ലൊരു സംരംഭമാണ്. കാരണം കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് കേരളത്തിൽ വരാനും കൂടുതൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ വികസിക്കാനും കേരളം ഒരു വികസനത്തിലെ പാതയിലേക്കാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇത്.